എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണ് പൊട്ടുകടല ഉപയോഗിച്ചിട്ടൊരു സ്നാക്സ് ഐറ്റം ഉണ്ടാക്കിയിരുന്നത്. ഇപ്രാവശ്യം പൊട്ടുകടല ഉപയോഗിച്ച് സാധാരണ എല്ലാവരും ചട്നിക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാറ്. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്നാക്സ് ഉണ്ടാക്കി, ഇപ്രാവശ്യം ഒരു സ്വീറ്റ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടുകടല പറയുമ്പോൾ ചിലർ പൊരിക്കടല പറയും. ഇതാണ് കേട്ടോ സംഗതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. 1 കപ്പ് പൊട്ടുകടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒന്ന് പൊടിച്ചിട്ട് വരാം. ഇതാ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തേക്ക് മാറ്റാം. 1 കപ്പ് പൊട്ടുകടലയ്ക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാരയും പൊടിച്ചിട്ടുണ്ട്, അതും അതിൻ്റെ ഒപ്പം ചേർക്കാം. ഒരു ബദാം 3 കഷ്ണാക്കിയിട്ട് അങ്ങനെ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം. 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത്. ഇതെല്ലാം കൂടി ഒന്നും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 4 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചൂടായി വന്നു. നമുക്ക് ഇനി കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഒപ്പം കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ദ്രാക്ഷ അതിങ്ങനെ കണ്ടോ ബോള് പോലെ വരുമ്പോൾ നമുക്ക് എടുത്തിട്ട് അങ്ങോട്ട് മാവിലേക്ക് അങ്ങോട്ട് കൊട്ടണം. ഇത് നല്ല ടേസ്റ്റ്, ഏറ്റവും ടേസ്റ്റുള്ള ലഡുവാണ് കേട്ടോ ഇത്. 10 മിനിറ്റ് മതി, കുറേ സമയമൊന്നും എടുക്കണ്ട. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ലഡു ഉണ്ടാക്കിയെടുക്കാം. അത് പൊന്തി വന്നു. നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഈ മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ നെയ്യും വരുന്നുണ്ടോ. എല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ചെടുക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ യോജിപ്പിക്കാം നമുക്ക്. ഇങ്ങനെ നോക്കിയിട്ട് വേണം നെയ്യ് ഒഴിക്കാൻ. കുറച്ചും കൂടി നെയ്യ് ഒഴിക്കണം കേട്ടോ അതിലേക്ക്. അപ്പോഴാണ് നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ എളുപ്പമാകും. ഇതാ കണ്ടോ, എല്ലാം നല്ലോണം യോജിച്ച് മാവ് ആ ചൂട് നെയ്യിലെല്ലാം നന്നായി വെന്ത് വന്നു. ഇപ്പോൾ കണ്ടോ നല്ല ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയിട്ട് ബോളുകളാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പത്ത് മിനിറ്റ് കൊണ്ട് നമ്മളെ പൊട്ടുകടല ലഡു സൂപ്പർ ടേസ്റ്റ്. ഏറ്റവും ലഡുവിലേക്ക് വെച്ചിട്ട് ഏറ്റവും എനിക്ക് ടേസ്റ്റായി തോന്നുന്നത് ഇതാണ് കേട്ടോ, ഈ ലഡുവാണ്. ഇപ്പോൾ നമ്മൾ 1 കപ്പ് പൊട്ടുകടല പൊടിക്ക് 3/4 കപ്പ് പഞ്ചസാര, ഏലക്കായ പൊടിച്ചത്, പിന്നെ ബദാം പരിപ്പ്, കാഷ്യൂനട്ട്, മുന്തിരി, ഇത്രയും ഐറ്റംസാണ് ആകെ ഉപയോഗിച്ചിരിക്കുന്നത്. 1 കപ്പിന് എത്ര 2, 4, 6, 8, 10 ലഡുവാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്നത് കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത ആ ചൂടിലേക്ക് ഈ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. നെയ്യിൻ്റെ അളവ് കറക്റ്റ് കുറച്ച് കമ്മിയാണ്. നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ അതിനനുസരിച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിനെ ഉണ്ടാക്കുന്ന ആ രീതിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റി പൊട്ടുകടല ലഡു തയ്യാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുവരെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ഐറ്റംസാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.